ഹായ് ഹലോ അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരുപോലെയാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു ഞായറാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾ ഇത്രയും പേരുള്ള ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ ഞങ്ങളെ പണികളൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ കഴിയുന്നതെന്നും അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ നമ്മളെ മഞ്ചേൽ കടവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന നമ്മളെ മഞ്ചേൽ കടവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. കണ്ടിഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ തന്നെ ഞാൻ ഈ ഇളക്കുന്ന പായസമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചരി അരച്ചിട്ടുള്ള ഒരു നൂൽപുട്ട് ചൂടൂലേ, നിങ്ങളങ്ങനെ ചുട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിക്കലുണ്ട്, പക്ഷേങ്കിൽ അത് നമ്മൾ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ എടുക്കലുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചരി മാത്രമായിട്ട് പൊടിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ പറ്റുക. അങ്ങനെ ഞാൻ തലേ ദിവസം പച്ചരി കുതിർത്തിന് കേട്ടോ. അങ്ങനെ അത് മിക്സിയിലിട്ടൊന്ന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് ഇപ്പോൾ ഒന്ന് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി വാട്ടിയിടും. മെനക്കേടുള്ള പണിയാണ്. തുടങ്ങിയാൽ ഞാൻ വിചാരിച്ചില്ല നല്ല പത്തിലങ്ങ് ചുടുന്നതായിരുന്നു കേട്ടോ. കാരണം ഇത് കുറച്ച് പരിപാടിയാണ്. ഈ ഇളക്കി ഇതിങ്ങനെ വറ്റിച്ചിങ്ങനെ എടുക്കണം. എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. അങ്ങനെ ഈ ഫോണും പിടിച്ച് ഇത് ഇളക്കൽ വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട്, ഇടിയപ്പമൊന്നും ഞങ്ങൾ പറയില്ല, നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതെൻ്റെ പുറത്തുള്ള നമ്മളെ പൊറാട്ടക്കല്ലുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾ പണ്ടേ പൊറാട്ട ചുടുന്നതായതുകൊണ്ട് ഉമ്മ അതേ പൊറാട്ടക്കല്ല് ഇവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് നല്ലോണം തുടച്ചെടുത്തിട്ടാട്ടോ നമ്മൾ ഇതിപ്പം ഇവിടുന്ന് കുഴക്കുന്നത്. അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ. നമ്മൾ പുറത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങളെല്ലാ പണിയും ശരിക്കും എടുക്കുക പുറത്ത് അടുപ്പുന്നു. അതേപോലെ തന്നെ ഇവിടെ തന്നെ കേട്ടോ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ ഗ്യാസ്മ പോവും. അപ്പം ഞാളാരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവുമോ എന്ന് അറിയില്ല. ഞങ്ങളൊരു വലിയ കുടുംബം കേട്ടോ. ഉമ്മയും ഉമ്മാമയും അതേപോലെ തന്നെ ഉമ്മാൻ്റെ 3 ആൺമക്കളുമുണ്ട്. അതിൽ 2 മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരാളെ ഭാര്യയാണ് ഞാൻ. പിന്നെ എൻ്റെ ഒരു ഏട്ടനുണ്ട്, ഏട്ടൻ്റെ വൈഫുണ്ട്, ഒരു മോളുണ്ട്, പിന്നെ എൻ്റെ 2 മക്കളുണ്ട്, ഞാനുണ്ട്, അനിയനുണ്ട്, ഉമ്മാമുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയൊരു കുടുംബം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളതാണ് ഓരോരുത്തരുടെ കാര്യങ്ങളാണല്ലോ പറയുക. അങ്ങനെ ഞാൻ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് ഞാൻ ഇന്നിതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നമ്മളെ കുറുമക്കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ അരക്കുമ്പോൾ ഞാനൊരു ഏലക്കായ ഇടുന്നു കേട്ടോ. നിങ്ങൾ ആരും ഇട്ടില്ലെങ്കിൽ ഇതുവരെ ഇട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കുറുമക്കറിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പോൾ ഇലയിലൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി റെഡിയാക്കാൻ പോയ സമയത്ത് അമ്മ ഇടിയപ്പത്തിൻ്റെ ബാക്കി കാര്യം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 മരുമക്കളുള്ളതുകൊണ്ട് സുഖമാണ്. അപ്പോൾ ഓരോരുത്തരും ആരെയും കാത്തൊന്നും നിൽക്കില്ല. ഒരു പണി ഒരാൾ എടുക്കുകയാണെങ്കിലും മറ്റേ പണി എടുക്കും കേട്ടോ. അങ്ങനെ ഞാനിത് അതിൻ്റെ ഇടയിൽ എൻ്റെ കുറുമക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൻ്റെ അടുത്ത് എന്താ ഈ ഉള്ളിത്തട്ട് വെച്ചതെന്ന് നിങ്ങൾക്ക് തോന്നും. കുഞ്ഞു മക്കളുള്ള വീട്ടിലുള്ളവർക്ക് അതിനെപ്പറ്റി എന്തായാലും അറിയട്ടോ. അവർക്ക് എന്തൊക്കെ കളിക്കാൻ കൊടുത്താലും അവർക്ക് ഈ ഉള്ളിത്തട്ടും തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇടിയപ്പമൊക്കെ ഇലയിലൊക്കെ ആക്കുന്നുണ്ട്. നമ്മളെ ഇഡ്ഡലി തട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലും സുഖമായിട്ട് തോന്നും നമ്മളെ ഇങ്ങനെ ഈ ഒരു ഇലയിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളതാട്ടോ. കുറച്ച് ബലമൊക്കെ പിടിക്കണം, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ചായക്കൂട്ടൽ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ നമ്മളിനിയിപ്പോൾ നൂൽപുട്ടൊക്കെ ഒന്ന് ചുട്ടിട്ട് ഞായറാഴ്ച സ്പെഷ്യലായിട്ടുള്ള നൂൽപുട്ടും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കുറുമക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളതാണ്. ഇതെന്താണെന്നോ ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റായിട്ട് ഞാൻ ഈ നൂൽപുട്ട് ശരിയാവോ ഇല്ലേ എന്നറിയായിട്ട് ഞാൻ പത്തിരി ചുട്ടീന് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വാട്ടുന്ന സമയത്ത് ഇവിടെ ഒരാൾ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വെച്ചിട്ട് പത്തിരി ചൂടാം. പിന്നെ അത് വേണ്ട വന്നില്ല. അപ്പോൾ നൂൽപുട്ട് തന്നെ ചുട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഞങ്ങളെ ഓർക്കിഡില്ലേ 5 വർഷമായിട്ടോ. അപ്പോൾ ഇത് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടിയും ചായ കുടിക്കുകയാണ്.
പിന്നെ ഞായറാഴ്ച ദിവസമാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല, ആണുങ്ങളൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിനെ ഇന്നും. അതേപോലെ തന്നെ ഇന്നിപ്പം ചായക്ക് ഞാനും ഉമ്മയും അമ്മായിയും ഉമ്മാമുക്കാളും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മോന് മദ്രസ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച ദിവസം കുറച്ച് സമയം മദ്രസ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ നൂൽപുട്ട് ആദ്യം മോന് കൊടുക്കാമെന്ന് എഴുതിയിട്ട്, ഫൈസാ മോന് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് പോലെ കഴിക്കുന്നു. അപ്പോൾ ഇതാ മൂപ്പര് എന്നെ എടുക്കുന്നൊക്കെ ഉണ്ടേ. അങ്ങനെ ഞാനിതാ മോന് ചായക്ക് കൊടുക്കുക കേട്ടോ, കഥയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്രയും നേരം മൂപ്പര് രണ്ടാളും മുറ്റത്തുനിന്ന് കളിക്കാൻ കേട്ടോ. അങ്ങനെ ഓൻ്റെ ചായക്ക് കൊടുത്തിട്ടോ. ഇത് ഞാളെ എന്തേലും ഇത് പെട്ടെന്ന് എന്താ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ നോക്കുകയാണേ. ഇത് ഞാളെ സ്വന്തം ഞാളെ കറിവേപ്പില കേട്ടോ. എത്ര കാലമായി എന്നാൽ ഞങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് ഇത് പുറകിൽ നമ്മൾ വേറെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുഴു തിന്നെല്ലാം കൂടി അവസാനം പുഴു തന്നെ എടുത്തോട്ടെ എന്ന് കരുതി ഞങ്ങൾ വിട്ടതാണ്. ഇപ്പോൾ ഈ വെയിലൊക്കെ ആണെങ്കിലും നല്ല ചൂടല്ലേ, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തണ്ണിമത്തനൊക്കെ അയച്ച് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ മാന്തളാണ്. അപ്പോൾ ഇതിപ്പോൾ മാന്തൾ ഇപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് ഇനി അത് മുളകിടാനും തേങ്ങാരച്ചൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ കഥയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കും പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് നാളെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാന്തൾ തേങ്ങാരച്ചും വെച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ വറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ വറവിടുകയാണ്. നമ്മളെ ഉലുവയും കടുവൊക്കെ വറവിട്ടിട്ട് അങ്ങനെ അതങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരമായാലും ഞങ്ങളെ മഞ്ചേൽ കടവ് പോകാട്ടോ. ശരിക്കും അങ്ങനെ പോയാലൊന്നുമില്ലേ, ഇന്ന് ശരിക്കും നിർബന്ധിച്ചായിട്ട് കേട്ടോ ഇറങ്ങുന്നത്. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെയെല്ലാം കൂടി നമ്മൾ അടുത്തൊരു സംഭവം ഉണ്ടായിട്ട് പോയില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുനീർ ഖാനൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെ കൂടി ഞങ്ങൾ അവിടെ എത്തിയാലും വിചാരിച്ച് വരണ്ടേനു. കാരണം അത്രക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലങ്ങൾ കണ്ടിട്ട് നോക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ശരിക്കും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത്രയും ആളും കാര്യങ്ങളും ബഹളമൊക്കെ അതിനെ ശരിക്കൊന്നും ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ. പക്ഷേങ്കിൽ നല്ല കാറ്റാട്ടോ. കാരണം നമ്മൾ ചുറ്റും വെള്ളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു തുരുത്തിലാണല്ലോ ഈ ഒരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഐസ്ക്രീമും ടീയും സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വൈബൊക്കെ ഇട്ട് പോയതായിരുന്നു. പക്ഷേ തിരക്ക് കാരണം ഒന്നും പറ്റിയില്ല കേട്ടോ. കാരണം ഈ ഒരു റീൽസിലൂടെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയി. അങ്ങനെ മഞ്ചേൽ കടമൊക്കെ കയറി മോനെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കുട്ടികളെ ഒന്ന് ഊഞ്ഞാലിലും കാര്യങ്ങളിലൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടെങ്കിലും ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കിനൊരു കുറവും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മഞ്ചേൽ കടവിനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നത് എന്താണെന്നൊന്നും എനിക്ക് തിരിയുന്നില്ല കേട്ടോ. കാരണം അത്രയും തിരക്ക് അവിടെ ഉണ്ടേന്. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നിട്ടുണ്ടേന് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, മക്കളെയും കൊണ്ട് മോനൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്ത്. അപ്പം ഇതായിട്ടോ ഞങ്ങളൊരു ഞായറാഴ്ച ദിവസം. ശരിക്കും എല്ലാ ദിവസവും ഒരുപോലെയുള്ള ഞങ്ങൾക്ക് ഇന്നൊരു പ്രത്യേകത തോന്നിയത് മഞ്ചേൽ കടവ് പോയത് മാത്രം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.